ഗോവയുടെ തലസ്ഥാനമായ പനാജി നഗരത്തിൻ്റെ തിരക്കേറിയ ഭാഗങ്ങളിൽ ഒന്നാണിത്. നോർത്ത് ഗോവ ജില്ലയിൽ മണ്ഡോവി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പനാജി ഗോവൻ സംസ്ഥാനത്തെ മൂന്നാമത്തെ വലിയ നഗരമാണ്. മണ്ഡോവി നദിയുടെ തീരത്തെ ചെറിയൊരു ഗ്രാമമായിരുന്നു പനാജി. ന്യൂ ഗോവ എന്ന പേരിൽ പനാജി 1843 പോർച്ചുഗീസ് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്നു. 1987 നിലവിൽ വന്ന ഗോവൻ സംസ്ഥാനം ഇന്ന് ഇന്ത്യയിലെ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ്. 1947 ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ ശേഷവും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ചെറിയ പ്രദേശങ്ങൾ പോർച്ചുഗീസുകാരുടെ കൈവശം തന്നെയായിരുന്നു. വലതുഭാഗത്ത് ഈ കാണുന്നതെല്ലാം വിവിധ കമ്പനികളുടെ കാസിനോകളാണ്, അഥവാ ചൂതാട്ട കേന്ദ്രങ്ങൾ. മണ്ഡോവി നദിയെ ആസ്വദിക്കാനുള്ള ഒരു പ്രൊമനൈഡ് ആണിത്. വൈകുന്നേരങ്ങളിലാണ് ഈ പ്രൊമനൈഡ് സജീവമാകുന്നത്. ഗോവയുടെ ജീവനാഡിയായ മണ്ഡോവി നദിയാണിത്. ഗോവയിലൂടെയും കർണാടകയിലൂടെയും ഒഴുകുന്ന ഈ നദി ഉദ്ഭവിക്കുന്നത് കർണാടകയിലെ ബെൽഗാം ജില്ലയിലെ ഭീംഗഡിൽ വച്ച് 30 അരുവികൾ കൂടിച്ചേർന്നാണ്. 81 കിലോമീറ്റർ നീളമുള്ള മണ്ഡോവി നദി ഗോവയ്ക്കും കർണാടകയ്ക്കും പുറമെ മഹാരാഷ്ട്രയിലൂടെയും ഒഴുകുന്നു. ഗോവയിലെ മത്സ്യബന്ധനം ഒരു പ്രധാന സാമ്പത്തിക മേഖലയാണ്. പരമ്പരാഗത തീരദേശ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏകദേശം 90 ഗ്രാമങ്ങളുണ്ട് ഗോവയിൽ. അതിൽ റംപോങ്കർ എന്ന വിഭാഗത്തിൽപ്പെടുന്നവരാണ് പ്രധാനമായും മത്സ്യബന്ധനം നടത്തുന്നത്. മീൻ പിടിക്കുന്നതിനു വേണ്ടി മുളങ്കമ്പുകൾ പ്രത്യേക തരത്തിൽ നദിയിൽ കുത്തിവെച്ചിരിക്കുകയാണ് ഇത്. ഇവിടെ മീൻപിടുത്തം എന്നത് വരുമാനത്തിന് പുറമെ തദ്ദേശീയർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ആക്ടിവിറ്റിയാണ്. മത്സ്യബന്ധനത്തിന് ഗോവയിലെ ഏറ്റവും നല്ല സമയം ഒക്ടോബർ മാസമാണ്. ഇത്തരത്തിലുള്ള നിരവധി കാസിനോ ഷിപ്പുകൾ മണ്ഡോവി നദിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബിഗ് ഡാഡി, ഡെൽറ്റിൻ റോയൽ തുടങ്ങിയ വമ്പൻ ചൂതാട്ട കമ്പനികളുടെ ക്രൂയിസ് ഷിപ്പുകളാണ് ഇത്. 24 മണിക്കൂറും ഇവ പ്രവർത്തിക്കുന്നുണ്ട്. പല കമ്പനികളുടെ ചൂതാട്ട കേന്ദ്രങ്ങൾ ഇത്തരം ആധുനിക നിലവാരത്തിലുള്ള ക്രൂയിസ് ഷിപ്പുകളിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പനാജിയിൽ നിന്നും അഗ്വാഡ കോട്ടയുടെ ചരിത്ര കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത്. ഇതാണ് അടൽ സേതു ബ്രിഡ്ജ്. ഇത് പനാജിയെയും പോർവോറിമിനെയും ബന്ധിപ്പിക്കുന്ന കേബിൾ സ്റ്റേഡ് പാലമാണ്. ഇവിടെ നിന്നും 15 കിലോമീറ്റർ ദൂരമുണ്ട് ഫോർട്ട് അഗോഡയിലേക്ക്. മണ്ഡോവി പാലത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2014 ജൂലൈ മാസത്തിൽ നിർമ്മാണം തുടങ്ങി 2019 ജനുവരിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ അടൽ സേതു ബ്രിഡ്ജ് ആണ് മുകളിൽ. സ്റ്റീൽ, കോൺക്രീറ്റ് എന്നിവ കൊണ്ട് നിർമ്മിച്ച കേബിൾ സ്റ്റേ പാലമാണ് അടൽ സേതു. താഴെ 2 വശത്തായിട്ടുള്ളത് മണ്ഡോവി പാലങ്ങളാണ്. ഗോവയിൽ ഗതാഗതത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പാലങ്ങളിൽ ഒന്നാണ് മണ്ഡോവി പാലം. മണ്ഡോവി പാലം 2 പാലങ്ങളുടെ ഒരു കൂട്ടമാണ്. റഷ്യൻ ഡിസൈനിങ്ങിലാണ് മണ്ഡോവി പാലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യത്തേത് 1971 രണ്ടാമത്തേത് 1998 നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ 3ാമത്തെ ഏറ്റവും വലിയ കേബിൾ സ്റ്റേ പാലമാണ് അടൽ സേതു. 30 മീറ്റർ ഉയരമുള്ള ബ്രിഡ്ജിൻ്റെ വീതി 21 മീറ്ററും നീളം 3190 മീറ്ററുമാണ്. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥമാണ് പാലത്തിന് ഈ പേര് നൽകിയിരിക്കുന്നത്. മികച്ച ഡിസൈനിങ്ങും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും അടൽ സേതു പാലത്തിനെ ഗോവയുടെ അഭിമാന നിർമ്മിതിയാക്കുന്നു. പനാജിയും മണ്ഡോവി പാലവും പിന്നിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അഗ്വാഡ കോട്ടയിലേക്കുള്ള നാട്ടുവഴിയിലൂടെയാണ്. ഫോർട്ട് അഗോഡയുടെ പ്രാന്തപ്രദേശങ്ങളാണ് ഇതെല്ലാം. അഗ്വാഡ കോട്ടയിലേക്ക് വരുന്ന വഴി മറ്റ് ടൂറിസ്റ്റ് സ്ഥലങ്ങളുമുണ്ട്. ഫോർട്ട് അഗോഡയുടെ പ്രവേശന ഭാഗമാണ് ഇത്. ബീച്ച് ടൂറിസത്തിൽ ലോകത്തിലെ തന്നെ മികച്ച കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗോവ. നിരവധി പേരാണ് അഗ്വാഡ സന്ദർശനത്തിന് എത്തിയിരിക്കുന്നത്. ഗോവയാണ് വിനോദസഞ്ചാര മേഖലയിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിദേശ നാണയം നേടിത്തരുന്ന സംസ്ഥാനം. പ്രവേശന ഭാഗത്തു തന്നെ ധാരാളം കടകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഇതെല്ലാം. ഇതാണ് ഫോർട്ട് അഗോഡയുടെ ഓഫീസ് കെട്ടിടം. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ് സന്ദർശന സമയം.
പേരിൽ തന്നെ കൗതുകമുണർത്തുന്ന അഗ്വാഡ എന്ന വാക്കിന് പോർച്ചുഗീസ് ഭാഷയിൽ ജലമുള്ളത് അല്ലെങ്കിൽ ശുദ്ധജലം എന്നാണ് അർത്ഥം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഓഫീസ് കെട്ടിടത്തിൽ തന്നെയാണ് അതും പ്രവർത്തിക്കുന്നത്. ഈ കാണുന്ന ജനത്തിരക്കിൽ നിന്നു തന്നെ മനസ്സിലാക്കാം ഇന്ത്യൻ ചരിത്രത്തിൽ ഫോർട്ട് അഗ്വാഡയുടെ പ്രാധാന്യം. നിരവധി പേരാണ് കുടുംബവുമൊത്ത് അഗ്വാഡ സന്ദർശനത്തിനെത്തിയിരിക്കുന്നത്. ഗോവയിലെ പ്രധാന കാഴ്ചകളിലൊന്നാണ് ഫോർട്ട് അഗ്വാഡ. ഈ കോട്ടയുടെ ചരിത്രവും ഉത്ഭവവുമാണ് സ്വദേശികളെയും വിദേശികളെയും ഒരുപോലെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. കുട്ടികളുമൊത്ത് ഇതുപോലുള്ള ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ ചരിത്രം എന്താണെന്നറിയാനുള്ള അവരുടെ ഉത്കണ്ഠയും കൗതുകവും വർദ്ധിക്കുന്നു. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ചരിത്ര സ്ഥലങ്ങൾ അല്ലെങ്കിൽ സ്മാരകങ്ങൾ എന്നിവ നേരിട്ട് കണ്ടുകൊണ്ടുള്ള പഠന രീതിയാണെങ്കിൽ ഓരോരുത്തരുടെയും ചരിത്രബോധം എത്ര വലുതായിരിക്കും. കോട്ടയുടെ പുറമേ നിന്നുള്ള കാഴ്ചയാണ് ഇത്. കോട്ടമതിലിന് മുൻപിൽ പുൽത്തകിടി പിടിപ്പിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ നടപ്പാത കോട്ടയുടെ പ്രവേശന ഭാഗം വരെയുണ്ട്. നിരവധി പേരാണ് ഓരോ ദിവസവും അഗ്വാഡ കോട്ട കാണുവാൻ വരുന്നത്. കോട്ടയിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം പുൽത്തകിടിയിൽ വിശ്രമിക്കുകയാണ് ചിലർ. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ വർഷത്തിൽ ഏകദേശം 2 ലക്ഷത്തോളം പേരാണ് ഫോർട്ട് അഗ്വാഡ സന്ദർശിക്കുന്നത് എന്നാണ് ഔദ്യോഗിക കണക്ക്. കൃത്യമായ ഇടവേളകളിൽ ഇവിടെ പുൽത്തകിടി നനയ്ക്കുന്നുണ്ട്. കോട്ടയ്ക്കുള്ളിലെ ലൈറ്റ് ഹൗസാണ് ആ കാണുന്നത്. അഗ്വാഡ സന്ദർശനം കഴിഞ്ഞു വരുന്നവരുടെ തിരക്കാണിത്. കുടുംബവുമായി സന്ദർശിക്കാൻ പറ്റിയ മറ്റ് ടൂറിസ്റ്റ് സ്പോട്ടുകളും ഗോവയിൽ ധാരാളമുണ്ട്. ഫോർട്ട് അഗ്വാഡയെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് ഈ ബോർഡിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കോട്ടയിലേക്കുള്ള പ്രവേശന ഭാഗമാണിത്. കിടങ്ങിന് മുകളിലൂടെയുള്ള പാലത്തിലൂടെയാണ് കോട്ടയ്ക്കുള്ളിലേക്ക് പോകുന്നത്. നിരവധി പേരാണ് ക്യൂവിൽ. കൗണ്ടറിൽ നിന്ന് എടുത്ത ടിക്കറ്റ് ഇവിടെയും കാണിക്കണം. ഡച്ചുകാരെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി 1612 പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഒരു പടുകൂറ്റൻ കോട്ടയാണിത്. 17-ാം നൂറ്റാണ്ടിൽ നന്നായി സംരക്ഷിക്കപ്പെട്ട ഈ കോട്ട പോർച്ചുഗീസുകാരുടെ ഏറ്റവും വിലപിടിപ്പുള്ളതും നിർണായകവുമായ നിർമ്മിതിയായിരുന്നു. മണ്ടോവി നദിയുടെ തീരത്ത് കണ്ടോലിമിന് തെക്ക് ഭാഗത്തായി കടൽ തീരത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ആ കാണുന്ന ഇടുങ്ങിയ ഗോവണിയിലൂടെയാണ് കോട്ടയുടെ ഉൾഭാഗത്തേക്ക് പ്രവേശിക്കുന്നത്. നിരവധി പേരാണ് ഒരേ സമയം അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. ഇടുങ്ങിയ ഗോവണി ചെന്നെത്തുന്നത് കോട്ടയുടെ മുകൾ ഭാഗത്തേക്കാണ്. വടക്കൻ ഗോവ ജില്ലയിലെ ബാർഡെസ് താലൂക്കിന്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഉപദ്വീപിനെ മുഴുവനായും വലയം ചെയ്യുന്ന തരത്തിലാണ് അഗ്വാഡ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. മണ്ടോവി നദി അറബിക്കടലിലേക്ക് ചേരുന്ന അഴിമുഖത്തിന് അഭിമുഖമായി നിർമ്മിച്ചിരിക്കുന്ന ഈ കോട്ട ഡച്ചുകാർക്കെതിരെയുള്ള പോർച്ചുഗീസുകാരുടെ പ്രധാന പ്രതിരോധമായിരുന്നു. കോട്ടയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഇത്. ഏകദേശം ചതുരാകൃതിയിലുള്ള ഈ കോട്ടയുടെ നിർമ്മാണം തുടങ്ങുന്നത് 1609-ലാണ്. 3 വർഷത്തോളമെടുത്തു നിർമ്മാണം പൂർത്തിയാക്കാൻ. പ്രധാനമായും മറാത്തകളിൽ നിന്നും ഡച്ചുകാരിൽ നിന്നുമുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ വലിയ പങ്കാണ് ഈ കോട്ടയ്ക്കുണ്ടായിരുന്നത്. കോട്ടയുടെ 3 വശങ്ങളിലും കിടങ്ങുകൾ കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അന്നത്തെ ഗോവൻ മുനിസിപ്പാലിറ്റിയും മേൽനോട്ടം വഹിച്ചിരുന്നു. കോട്ടകൊത്തളങ്ങൾ സിംഗറിം ബീച്ചിനും അറബിക്കടലിനും അഭിമുഖമായാണ് നിൽക്കുന്നത്. കോട്ടമതിലിനു മുകളിലൂടെ നടന്നെത്തിയിരിക്കുന്നത് ലൈറ്റ് ഹൗസിന് സമീപത്താണ്. 1864-ലാണ് കോട്ടയിലെ ആദ്യത്തെ ലൈറ്റ് ഹൗസ് സ്ഥാപിതമായത്. ആ ലൈറ്റ് ഹൗസ് 1 നൂറ്റാണ്ടോളം പ്രവർത്തിച്ചതിന് ശേഷം 1976-ൽ പുതുക്കി നിർമ്മിച്ച ലൈറ്റ് ഹൗസാണിത്. മഴവെള്ളത്തെ ജലസംഭരണിയിലേക്ക് എത്തിക്കുന്നതിനുള്ള കോട്ടയുടെ മുകൾ ഭാഗത്തെ ഡ്രൈനേജ് സംവിധാനമാണിത്. ഫോർട്ട് അഗ്വാഡയുടെ പ്രധാന സവിശേഷതകളിലൊന്ന് അതിൻ്റെ നൂതനമായ വാട്ടർ മാനേജ്മെൻറ്റ് സംവിധാനമാണ്. ഫോർട്ട് അഗ്വാഡയെ പ്രധാനമായും 2 ഭാഗങ്ങളായാണ് തിരിച്ചിട്ടുള്ളത്. മുകൾ ഭാഗം കോട്ടയായും ജലസേചന കേന്ദ്രമായും പ്രവർത്തിച്ചപ്പോൾ താഴത്തെ ഭാഗം പോർച്ചുഗീസ് കപ്പലുകൾക്ക് സുരക്ഷിതമായ ഒരു ബർത്തായും പ്രവർത്തിച്ചു. ആ കാണുന്നതാണ് ഫോർട്ട് അഗ്വാഡയുടെ പ്രധാന സവിശേഷതയായ ജലസംഭരണി. കോട്ടമതിലിന് മുകളിൽ നിന്നും ഇതിലൂടെ കോട്ടയുടെ നടുഭാഗത്തേക്ക് ഇറങ്ങാം. ഇവിടെ നിന്നും കോട്ടമതിൽ നീണ്ടുകിടക്കുകയാണ്. നിരവധി പേരാണ് ഫോർട്ട് അഗ്വാഡയെ അനുഭവിച്ചറിയുവാൻ വന്നിട്ടുള്ളത്. കോട്ടയുടെ നടുഭാഗത്തായി നിർമ്മിച്ചിരിക്കുന്ന ഈ ടാങ്കിൽ
23,76,000 ഗാലൻ ജലം സംഭരിക്കാം. കോട്ടയ്ക്ക് അഗ്ഗോഡ എന്ന പേര് വരാൻ കാരണമായത് ഈ ശുദ്ധജല നീരുറവയാണ്. അക്കാലത്ത് അതുവഴി കടന്നുപോയിരുന്ന കപ്പലുകൾക്ക് ജലവിതരണം നടത്തിയിരുന്നത് ഈ ജലസംഭരണിയിൽ നിന്നാണ്. ഗോവയിൽ സുലഭമായിട്ടുള്ള ചെങ്കല്ല് ഉപയോഗിച്ചാണ് ഫോർട്ട് അഗ്ഗോഡ പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്നത്. 1.3 മീറ്റർ കനവും 5 മീറ്റർ ഉയരവുമുള്ള കോട്ടയുടെ കൂറ്റൻ കൊത്തളങ്ങൾ നിർമ്മിക്കാനും ഈടുനിൽക്കുന്ന ഈ കല്ലുകൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പരമ്പരാഗത ഇന്ത്യൻ നിർമ്മാണ രീതികൾക്കൊപ്പം പോർച്ചുഗീസ് സൈനിക രൂപകൽപ്പനയും കോട്ടയുടെ വാസ്തുവിദ്യയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയിലെ ഈ കിടങ്ങുകൾക്ക് തന്ത്രപ്രധാനമായ സ്ഥാനമാണുള്ളത്. മറാത്തകളെയും ഡച്ചുകാരെയും പ്രതിരോധിക്കുന്നതിൽ കിടങ്ങുകൾക്ക് സുപ്രധാന പങ്കാണുണ്ടായിരുന്നത്. എന്നാൽ കോട്ടയിലെ ഈ കിടങ്ങുകളെക്കുറിച്ചും അതിൻ്റെ നിർമ്മാണ ശൈലിയെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ ഒന്നു തന്നെയില്ല. 1612 നിർമ്മാണം പൂർത്തിയാക്കിയ ഈ കോട്ട ഒരു കാലത്ത് 79 പീരങ്കികളുടെ ഒരു മഹത്തായ നിലയമായിരുന്നു. ലൈറ്റ് ഹൗസ്, ജലസംഭരണി എന്നിവയ്ക്ക് പുറമെ വെടിമരുന്ന് മുറി, കൊത്തളങ്ങൾ എന്നിവയും കോട്ടയിലുണ്ട്. സലാസർ ഭരണകാലത്ത് സലാസർ തൻ്റെ രാഷ്ട്രീയ എതിരാളികളെ പാർപ്പിക്കാനുള്ള ജയിലായി ഉപയോഗിക്കുവാൻ വേണ്ടി ഇത് പുനർനിർമ്മിക്കുകയും ചെയ്തിരുന്നു. കോട്ടമതിലിനു മുകളിലെ മറ്റു ഭാഗങ്ങളാണ് ഇതെല്ലാം. മതിലിനു മുകളിലൂടെ നടന്ന് മറുഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ചെറിയ പടിപ്പുര പോലെയുള്ള കവാടമാണിത്. നിരവധി പേരാണ് കോട്ടമതിലിനു മുകളിൽ ഉള്ളത്. കോട്ടയുടെ പടിഞ്ഞാറു ഭാഗമാണിത്. ഇവിടെ വെച്ചാണ് മണ്ടോവി നദി അറബിക്കടലുമായി ചേരുന്നത്. ഗോവയിലെ പോർച്ചുഗീസ് ഭരണകാലത്ത് എത്രയോ കപ്പലുകൾ ഈ തീരങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാകും. 103 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഗോവയുടെ തീരപ്രദേശം നിരവധി ബീച്ചുകളാൽ പ്രസിദ്ധമാണിന്ന്. കോട്ടയുടെ മുകൾ ഭാഗം നല്ലൊരു ഫോട്ടോ പോയിന്റ് കൂടിയാണ്. മണ്ടോവി നദിയെ പശ്ചാത്തലമാക്കി മനോഹരമായ ഫോട്ടോകൾ ഇവിടെ നിന്നും എടുക്കാം. കോട്ടയുടെ ഉൾഭാഗത്തു നിന്നുള്ള കോട്ടമതിലിൻ്റെ കാഴ്ചയാണ് ഇത്. മതിലിനു താഴെ കോട്ടയുടെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള ഭൂഗർഭപാതയുടെ പ്രവേശന ഭാഗങ്ങളിൽ ഒന്നാണിത്. ഇതിലൂടെ കോട്ടയിലെ സൈനിക ബാരക്കുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകൾ, വെടിമരുന്ന് മുറി, ആയുധപ്പുര, ജലസംഭരണി, ലൈറ്റ് ഹൗസ് എന്നീ ഭാഗങ്ങളിലേക്ക് പോകുവാൻ കഴിയും. യുദ്ധസമയത്തും അടിയന്തര ഘട്ടങ്ങളിലും രഹസ്യമായി രക്ഷപ്പെടാനുള്ള വഴിയും ഇതിനകത്തുണ്ട്. ഫോർട്ട് അഗ്ഗോഡയിലെ ശുദ്ധജല സംഭരണിയാണിത്. കോട്ടയുടെ നടുഭാഗത്തായി നിർമ്മിച്ചിരിക്കുന്ന ഈ ജലസംഭരണി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല സംഭരണികളിൽ ഒന്നാണ്. ടാങ്കിൻ്റെ മുൻഭാഗമാണിത്. ഈ ഭൂഗർഭ ജലസംഭരണിയിൽ ഒന്നിലധികം അറകളിലൂടെ മഴവെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള സങ്കീർണമായ ഫിൽട്രേഷൻ സംവിധാനത്തോടെയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ ജലസംഭരണിയിൽ 23,76,000 ഗാലൻ ജലം സംഭരിച്ചു വയ്ക്കാം. പ്രകൃതിദത്ത ഡ്രെയിനേജ് ചാനലുകൾ ഉൾപ്പെടുത്തിയാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ലൈറ്റ് ഹൗസിൻ്റെ മുൻഭാഗമാണിത്. ഇതിനു മുൻപുണ്ടായിരുന്ന പഴയ ലൈറ്റ് ഹൗസ് അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ 7 മിനിറ്റിൽ ഒരിക്കൽ മാത്രമേ പ്രകാശം പുറപ്പെടുവിച്ചിരുന്നുള്ളൂ. പിന്നീട് 30 സെക്കൻഡിൽ ഒരു പ്രാവശ്യം പ്രകാശം പുറപ്പെടുവിക്കുന്നതായി മാറി. പഴയ ലൈറ്റ് ഹൗസ് ഏകദേശം 1 നൂറ്റാണ്ടോളം പ്രവർത്തിച്ചു. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 131 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫോർട്ട് അഗ്ഗോഡയെ അപ്പർ ഫോർട്ട്, ലോവർ ഫോർട്ട് എന്നീ 2 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അപ്പർ ഫോർട്ടിനെ പോർച്ചുഗീസ് ഭാഷയിൽ ഫോർട്ടലേസ റിയൽ അഥവാ രാജകീയ ഫോർട്ട് എന്നും, ലോവർ ഫോർട്ടിനെ പ്രക്കാഡ സാന്റ കാതറീന അഥവാ സെന്റ് കാതറിൻ സ്ക്വയർ എന്നുമാണ് വിളിച്ചിരുന്നത്. പോർച്ചുഗീസ് ഇന്ത്യയുടെ ഗവർണറായിരുന്ന റൂയി ലൊറൻകോ ഡി ടവേറയുടെ കാലത്ത് നിർമ്മിച്ച് നന്നായി സംരക്ഷിക്കപ്പെട്ടു പോന്ന ഈ കോട്ടയും അറബിക്കടലിന് അഭിമുഖമായി നിൽക്കുന്ന ലൈറ്റ് ഹൗസും ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ ദേശീയ പ്രാധാന്യമുള്ള ഗോവയിലെ സംരക്ഷിത സ്മാരകങ്ങളാണ്. ഇന്ത്യയിലെ വൈദേശിക ചരിത്രത്തിലെ മഹത്തായ നിർമ്മിതികളിലൊന്നായ ഫോർട്ട് അഗ്ഗോഡ ഗോവൻ സന്ദർശനത്തിനെത്തുന്ന സഞ്ചാരികൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട നിർമ്മിതികളിലൊന്നാണ്.